ജോ മൂവി വേൾഡ്. പെണ്ണ് കേസ് പടം കണ്ടു. ഇതിന്റെ പ്രീമിയർ ഷോയാണ് കണ്ടത്. നാളെയാണ് റിലീസ്. പടം എന്താ പറയാ, ഒരു നൈസ് പടമാണ്. കാരണം നൈസ് കേസ് എന്ന് പറയില്ലേ, നൈസ് പെണ്ണ് കേസിൽ പെട്ട അവസ്ഥയാണ് ഈ പടം കണ്ടു കഴിഞ്ഞാൽ തോന്നണ ആദ്യത്തെ അനുഭവം. ഇങ്ങനത്തെ പെണ്ണ് കേസുള്ള പടം കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നൈസാണ്. കാരണം ഇതിൽ ഏറ്റവും ഫസ്റ്റ് തന്നെ പറയട്ടെ, ഇതിന്റെ എഡിറ്റിംഗ് ആണ് ഞാൻ ആദ്യം തന്നെ ഹൈ മാർക്ക് കൊടുക്കുന്നത്. ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ്. കാരണം 1 മണിക്കൂർ 50 മിനിറ്റാണ് ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ അവർ എൻഗേജ് ചെയ്ത് നിർത്തി കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി. അത് രസകരമായിട്ടും കുറച്ച് സീരിയസ് ആയിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി നമ്മളിങ്ങനെ പിടിച്ചു നിർത്താൻ ഈ പടത്തിന് പറ്റിയിട്ടുണ്ട്. അത് എഡിറ്റിങ്ങിന്റെ കട്ടിൽ വളരെ പ്രധാനമാണ്. കുറേ കാര്യങ്ങൾ അവർ കാണിച്ചിട്ടുണ്ട്. എന്താ പറയുക, നൈസ് കട്ടുകൾ, പ്രത്യേകിച്ച് ക്ലൈമാക്സിൻ്റെ ഉള്ള സംഭവങ്ങളൊക്കെ നൈസായിട്ട് അവർ എഡിറ്റിങ്ങിന്റെ സംഭവങ്ങൾ എനിക്ക് പേഴ്സണലി ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇതിൽ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പെണ്ണ് കേസാണ്. നമ്മൾ ടീസറിൽ നിന്നും ട്രെയിലറിൽ നിന്നൊക്കെ അതിന്റെ പ്രൊമോഷൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. കേരളം മൊത്തം നടന്ന് പല കല്യാണങ്ങൾ നടത്തി തട്ടിപ്പ് നടത്തുന്ന ഒരു കഥാപാത്രത്തിന് പോലെയാണ് നിഖിലേനെ ഇവർ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പടത്തിൽ അങ്ങനെ തന്നെയാണ് ഇവർ തുടങ്ങണതും. ഫസ്റ്റ് തന്നെ നിഖിലേനെ ഇവര് പോലീസ് പിടിക്കണ പോലെയാണ് കാണിക്കുന്നത്. എന്നിട്ട് ഇവള് നടത്തിയിട്ടുള്ള ഈ കേസുകൾ, ഈ പലതരത്തിലുള്ള കല്യാണ തട്ടിപ്പുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണതും എന്തിനു ചെയ്തു, എന്താണ് അതിന് കാരണം എന്നൊക്കെയാണ് ഇവർ ഈ ഒരു പടത്തിലൂടെ പറയാൻ നോക്കുന്നത്. ഇത് കുറച്ച് റിയൽ ഇവന്റ്സിനായിട്ട് ബന്ധപ്പെടുത്തി ഇൻസ്പിറേഷനായിട്ട് രീതിയിലാണ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ അതില് ഇവര് വല്ലാണ്ട് ബോറടിക്കാനും വല്ലാണ്ട് കുറച്ച് ഇങ്ങനെ വലിപ്പിക്കാൻ പറ്റിയ കഥാപാത്രങ്ങളാണ്. അതിങ്ങനെ വലിപ്പിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാല് ഇതിലെ ചില പോയിന്റ്സ് അവര് കാണിച്ചത് നേരത്തെ പറഞ്ഞ എഡിറ്റിങ്, എവിടൊക്കെ അവർ കട്ട് ചെയ്യണം, എവിടൊക്കെ അവർ അടുത്ത സീനിലേക്ക് പോകണമെന്ന് കറക്റ്റ് അറിയാം. ഇല്ലെങ്കിൽ അത് കൂടുതൽ ബോറായിട്ട് തോന്നിയേനെ. ഒരു 50-55 മിനിറ്റ് ആകുമ്പോൾ ഇന്റർവെല്, നെക്സ്റ്റ് ഒരു 50-55 മിനിറ്റ് ആകുമ്പോൾ പടം കഴിഞ്ഞു. നമുക്ക് എവിടേക്ക് ബോറടിക്കുന്ന തോന്നിയെങ്കിൽ അപ്പോൾ അവർ അതനുസരിച്ച് നൈസ് എപ്പിസോഡുകൾ ഇങ്ങനെ കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ട് കുറേ രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളും പെർഫോമൻസും ഉണ്ട്. ഇതിൽ കുറേ ചെറിയ റോളിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട്. മെയിൻ റോള് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ നിഖിലയാണ്. നിഖിലിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ മൊത്തം പോണത്. നിഖില ഈ ക്യാരക്ടറിനെ വളരെ നൈസായിട്ട് വളരെ ചില ഭാവങ്ങൾ, ചില എക്സ്പ്രഷൻസുകളൊക്കെ കൊടുത്തിരിക്കുന്നത് പടം കണ്ടു കഴിഞ്ഞാൽ അറിയും. കഥയുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ്, എത്രത്തോളം അത് കണ്ണിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സട്ടിലായിട്ട് ചെയ്യണതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നൈസായിട്ട് നിഖില ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ അജു വർഗീസ് ഉണ്ട്, മറ്റേ ഹക്കീം ഷാ ഉണ്ട്, പിന്നെ എന്താ പറയാ മറ്റേ പിഷാരടി ഉണ്ട്. പിന്നെ ഇതിൽ കുറെ ചെറിയ റോളിൽ ഓരോ ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. ഇതിലൊരു പോലീസ് ഓഫീസറായിട്ട് പോലീസ് സ്റ്റേഷനിലത്തെ കോൺസ്റ്റബിൾ റോളിൽ വരുന്ന ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ നൈസായിട്ട് അവർ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇഷ്ടപ്പെട്ടു. അതിൽ കൃഷി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്. കൃഷിയായിട്ട് ഫോളോ ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലത്തെ ഒരു ഫീമെയിൽ കഥാപാത്രം. എനിക്ക് അതിന്റെ പേര് ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. അതിലും മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ആ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ വ്യക്തി. പിന്നെ ഇതില് അജു വർഗീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടിപ്പിക്കൽ റോളാണ്. ഒരു സിമ്പിൾ ഏറ്റവും ഇങ്ങനെ ഒരു അങ്ങനത്തെ ഒരു റോള് കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിൽ ഇൻഫ്ലുവൻസറായിട്ട് കണ്ടുവരുന്ന ശ്രീകാന്ത് വെട്ടിയാർ പോലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അവരൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്കൊരു രസകരമായ മൊമെന്റ്സ് ഈ പടത്തിലുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് പേഴ്സണലി കുറച്ചുള്ളെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് രമേശ് പിഷാരിയുടെ റോളാണ്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതൊരു രസകരമാണ്. ഒരു നൈസായിട്ട് പിഷാരിയുടെ അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും നൈസാണ്. ഹക്കീമും കുഴപ്പമില്ല, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഹക്കീമിന്റെ ഇതില് കുറച്ച് ഗൗരവമുള്ള സീനുകളുണ്ട്, കുറച്ച് വിവിധ തരത്തിലുള്ള ഇമോഷൻസ് കൈകാര്യം ചെയ്യേണ്ട രംഗങ്ങളുണ്ട്. അതും മൂപ്പര് നീറ്റായിട്ട് വലിയ അലമ്പണ്ടാക്കാണ്ട് കുഴപ്പമില്ലാണ്ട് രീതിയിൽ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. നിഖില ഞാൻ പറഞ്ഞല്ലോ, നിഖിലയ്ക്ക് അറിയാം എവിടൊക്കെ ഏതൊക്കെ ഇമോഷൻസ് ഇടണമെന്ന്. അത് ഇതിൽ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ പേഴ്സണലി ഈ കഥയുടെ ഒരു പോക്ക് ഞാൻ കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ ആവില്ലേ ഇതിന്റെ ഒരു ക്ലൈമാക്സ്. നമ്മളിങ്ങനെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കില്ലേ ഇങ്ങനെയൊക്കെ ആയാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹിക്കില്ലേ. അതിന് ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ക്ലൈമാക്സ് എനിക്ക് കിട്ടി. അതെനിക്ക് വളരെ പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതൊരു നൈസ് ട്വിസ്റ്റാണ്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പേഴ്സണലി അത് ഞാൻ ആഗ്രഹിച്ചു, അല്ലാണ്ട് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തൊന്നല്ല പറയണത്. ഞാൻ ആഗ്രഹിച്ചു ഇങ്ങനെ വന്നിരുന്നെങ്കിൽ കൊള്ളാം, നൈസ് ആവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അതേപോലെ തന്നെ വന്നപ്പോൾ പേഴ്സണലി എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആദ്യം പറഞ്ഞില്ലേ, വളരെ എന്താ പറയാ സ്മൂത്തായിട്ട് എൻഗേജ് ചെയ്തിട്ട് അധികം സമയം വേറെ കാര്യങ്ങൾക്ക് കാണിച്ച് സമയം കളയാണ്ട് കറക്റ്റായിട്ട് പാട്ടുകളും കറക്റ്റായിട്ട് ഫണ്ണി സീൻസും ഇമോഷൻ സീൻസും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് കുഴപ്പമില്ലാത്തല്ല അത്യാവശ്യം നല്ല രസകരമായിട്ടുള്ള ഒരു പെണ്ണ് കേസ്. അപ്പൊ ഈ പെണ്ണ് കേസിൽ നിങ്ങൾ പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഈ പെണ്ണ് കേസ് നിങ്ങൾ
പോയി പെടൂ, അല്ലെങ്കിൽ പോയി കാണൂ, എൻജോയ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.